BMRBC നിലവാരത്തിൽ നിർമ്മിച്ച കരിമ്പുഴ കൂട്ടരക്കടവ് റോഡ് ഉദ്ഘാടനം ചെയ്തു. PWD പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 2.5 കോടി രൂപ ഉപയോഗിച്ച് BMNBC നിലവാരത്തിൽ നിർമ്മിച്ച കരിമ്പുഴ കൂട്ടരക്കടവ് റോഡ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ അധ്യക്ഷനായിരുന്നു. നമ്മുടെ സംസ്ഥാനം പശ്ചാത്തല വികസന മുന്നേറ്റത്തിൽ വലിയൊരു കുതിപ്പിലാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പുതിയ പാലങ്ങൾ, കെട്ടിടങ്ങൾ, റോഡുകൾ നിരവധിയാണ്. ജനങ്ങളാകെ അനുഭവിച്ചറിഞ്ഞ മാറ്റങ്ങളാണ് പശ്ചാത്തല വികസന മേഖലയിലുണ്ടായത്. മേൽപ്പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കാര്യത്തിൽ കേരളം കൈവരിച്ച ഈ മുന്നേറ്റം ഈ നാട് അറിഞ്ഞതാണ്. റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ പോലെ തന്നെ കെട്ടിടങ്ങൾ. ഇപ്പോൾ BMNBC റോഡുകൾ കേരളത്തിൽ വലിയ നിലയിലേക്ക് വന്നു. ഇന്ത്യയിൽ റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് BMNBC. 5-8 വർഷം BMNBC റോഡിനൊരു കുഴപ്പമുണ്ടാകില്ല, പക്ഷേ ചിലവ് കൂടുതലാണ്. 5 വർഷം കൊണ്ട് 50% പൊതുമരാമത്ത് റോഡുകൾ BMNBC ആക്കണമെന്നാണ് ലക്ഷ്യം വെച്ചത്. ഇപ്പോൾ അത് 60%. 2016 LDF സർക്കാർ വന്നതിന് ശേഷം കേരളത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയിലെ മാറ്റം ഒരു മാജിക് പോലെയാണ്. ദേശീയപാത 66 മുടങ്ങിപ്പോയ പദ്ധതിയാണ്. എന്നാൽ 2016 LDF സർക്കാർ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ്റുമായി ഉടൻ തന്നെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി കൂടുതൽ പണം കേന്ദ്ര സർക്കാർ തരാതെ ഈ പദ്ധതി മുന്നോട്ട് പോകില്ല എന്നുള്ള സ്ഥിതി ചർച്ച ചെയ്തെങ്കിലും ഫണ്ട് കൂടുതൽ തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സ്ഥിതി വന്നു. നേരത്തെ ഭരിച്ച UDF സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെങ്കിൽ അന്ന് ഓഫീസും പൂട്ടി പോയതാണ്. അപ്പോൾ നഷ്ടപ്പെട്ട ഒരു പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് പണം ചെലവഴിക്കാൻ തയ്യാറായി. 100-200 കോടിയല്ല, 5580 കോടി. അത്തരമൊരു തീരുമാനം LDF സർക്കാർ അന്ന് കൈക്കൊണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ദേശീയപാത ഇന്ന് ഉള്ളതുപോലെ യാഥാർത്ഥ്യമാകില്ല. 600ഓളം കിലോമീറ്റർ വരുന്ന ദേശീയപാത 66 450-ലധികം കിലോമീറ്റർ പൂർത്തീകരിച്ചു. 500-ൻ്റെ അടുത്ത് കിലോമീറ്റർ പൂർത്തീകരിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷവരെ നിങ്ങളെ അറിയിക്കുകയാണ്. കുതിരാൻ ടണൽ, മൂന്നാർ, ബോഡിമേട്ട്, നാട്ടുകൽ, താണാവ് ഹൈവേ പദ്ധതികളൊക്കെ നമ്മൾ യാഥാർത്ഥ്യമാക്കി. ഒട്ടനവധി ഹൈവേ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുകയാണ്. അതിന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനപരമായ പങ്കാളിത്തം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഹൈവേ മാത്രമല്ല, മലയോര ഹൈവേ, കേരളത്തിലെ 13 ജില്ലകളിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ, കേരളത്തിൻ്റെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുന്ന മലയോര ഹൈവേ 1200 കിലോമീറ്ററാണ്. മലയോര ജനത സ്വപ്നം കണ്ടൊരു പദ്ധതി. ഒട്ടനവധി പ്രതിബന്ധതകളുണ്ടായിരുന്നു, അതൊക്കെ തട്ടിമാറ്റി മലയോര പാത ഇപ്പോൾ വലിയൊരു ശതമാനം പൂർത്തീകരിച്ചു കഴിഞ്ഞു. തീരദേശപാത കേരളത്തിലെ 9 ജില്ലകളിലൂടെ, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, 9 ജില്ലകളിലൂടെ കടന്നു പോകുന്ന തീരദേശ ഹൈവേ 600ഓളം കിലോമീറ്ററാണ്. ഓരോ 50 കിലോമീറ്ററും ഇടവിട്ട് കംഫർട്ട് സ്റ്റേഷനുകൾ, ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനും മറ്റുമുള്ള സൗകര്യം. 3 റീച്ച് പൂർത്തിയായി. മുനമ്പം പാലം പ്രവൃത്തി ഇപ്പോൾ നടക്കുകയാണ്. അതുപോലെ തുരങ്കപാത, കേരളം സ്വന്തമായി ഒരു തുരങ്കപാതയുടെ പ്രവർത്തനം നടത്തുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നു? വയനാട്ടിലേക്ക് കോഴിക്കോട് നിന്ന് എത്താൻ 3-4 മണിക്കൂറാണ്. ചുരം ബ്ലോക്കാകുന്നത് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ വീതി കൂട്ടുന്നതിന് പരിമിതിയുമുണ്ട്. അതാണ് ഇപ്പോൾ 15 മിനിറ്റ് കൊണ്ട് എത്താൻ വേണ്ടി പറ്റുന്ന തുരങ്കപാത. അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു. ഇത് വലിയ മാറ്റമാണ് പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇങ്ങനെ പശ്ചാത്തല വികസന മേഖലയിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. ഇവിടെ റോഡ് നവീകരണ പ്രവർത്തികൾക്ക് മാത്രമായി 35,000 കോടി രൂപയാണ് ഈ ഗവൺമെൻറ് നീക്കി വെച്ചത്.
ബജറ്റ് ഫണ്ട് മാത്രമല്ല, കിഫ്ബി ഫണ്ട്, നബാർഡ് ഫണ്ട്, റീബിൽഡ് കേരള, CRIF തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായി സംസ്ഥാനത്തെ റോഡ് വികസനം കൂടുതൽ സാധ്യമാക്കാനായി. റോഡ് നിർമ്മാണ മേഖലയിൽ മാത്രമല്ല, പാലങ്ങളുടെ കാര്യത്തിലും വലിയ മുന്നേറ്റമുണ്ടായി. നിരവധി പാലങ്ങളാണ് ഈ 10 വർഷത്തിനിടയിൽ വന്നത്. 2021 മെയ് 20 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ലക്ഷ്യം വെച്ചത് 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്നാണ്. 100 ഇപ്പോൾ അത് 150 കഴിഞ്ഞു എന്ന സന്തോഷവരെ നിങ്ങളെ അറിയിക്കുകയാണ്. കേരളത്തിൻ്റെ ടൂറിസം മേഖലയിലും പാലങ്ങൾ ഒരു കേന്ദ്രങ്ങളായി മാറുന്നു. പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന, കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടം, ആളുകൾക്ക് ഒത്തുകൂടാനുള്ള സ്ഥലം, വി പാർക്ക് ഇതിനകം തന്നെ പ്രസിദ്ധമായിട്ടുണ്ട്, ജനകീയമായിട്ടുണ്ട്. ലെവൽ ക്രോസുകൾ നമ്മുടെ നാട്ടിൽ യാത്രക്കാരുടെ സമയം ഒരുപാട് കവർന്നെടുക്കാറുണ്ട്. ലെവൽ ക്രോസ് ഒന്നുപോലും ഇല്ലാത്ത കേരളം എന്ന സ്വപ്ന പദ്ധതി, അത് യാഥാർത്ഥ്യമാക്കാൻ കേരളം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. വലിയ മുന്നേറ്റമുണ്ടായി. ഏറ്റവും കൂടുതൽ റെയിൽവേ മേൽപ്പാലങ്ങൾ പൂർത്തിയായ ഒരു കാലമാണിത്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 10 എണ്ണം നമ്മൾ പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു. 4 എണ്ണം ഇപ്പോൾ ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുകയാണ്. അങ്ങനെ നിരവധി പദ്ധതികൾ. 30ഓളം റെയിൽവേ മേൽപ്പാലങ്ങളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ആകെ 150ഓളം മേൽപ്പാലങ്ങളാണ് യാഥാർത്ഥ്യമാകുന്നത്. പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഫ്ലൈ ഓവറുകളും ബൈപ്പാസുകളും സാധ്യമാവുകയാണ്. നഗര റോഡ് വികസന പദ്ധതി ലോകം തന്നെ അംഗീകരിക്കുന്ന നിലയിലായി മാറി. നമ്മുടെ തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി പദ്ധതി കേരളത്തിനാകെ അഭിമാനിക്കാവുന്ന ഒന്നാണ്. പരിപാലനത്തിനായി റണ്ണിംഗ് കോൺട്രാക്റ്റ് സംവിധാനം, സുതാര്യത ഉറപ്പുവരുത്തി ജനങ്ങൾക്ക് മുമ്പാകെ ഇതിൻ്റെ കാലാവധിയും ആ കാലാവധിക്കുള്ളിൽ എന്ത് പറ്റിയാലും കരാറുകാർ അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ള വസ്തുത പുറത്തു കൊണ്ടുവരലുമൊക്കെ പച്ച നീല ബോർഡുകൾ വെച്ചുകൊണ്ട് യാഥാർത്ഥ്യമാക്കി. ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ബോർഡുകൾ കേരളത്തിൽ സ്ഥിരമായി കഴിഞ്ഞു. ഈ വികസന നയം കേരളത്തിൽ ഇനിയും തുടരണം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണ്ടതുണ്ട്. നമുക്കൊന്നിച്ച് ഈ നാടിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു. ഉദ്ഘാടനം നിർവഹിച്ചതായി സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനു വി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അശോക് കുമാർ, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി, ജില്ലാ പഞ്ചായത്ത് അംഗം AK ഷീലാദേവി, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ T ഷീജ, P മല്ലിക, ബാലൻ M, PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാജി MK എന്നിവർ സംസാരിച്ചു. പൊമ്പ്രയിൽ നിന്ന് ഞെട്ടരക്കടവിലേക്ക് പോകുന്ന റോഡ്, പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡ് 3 കോടി രൂപ ചെലവിൽ BMNBC നിലവാരത്തിൽ പൂർത്തീകരിച്ചു. ആ പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനത്തിന് മന്ത്രി നേരിട്ട് വന്നു, പൊമ്പ്രയിൽ വന്നു. ആ ഉദ്ഘാടനത്തിൽ മന്ത്രി പങ്കെടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രി, നമ്മുടെ കരിമ്പുഴയിൽ നിന്നാണ് കൂട്ടിലക്കടവ്, കൂട്ടിലക്കടവിൽ നിന്നാണ് പൊമ്പ്ര, കൂട്ടിലക്കടവ് മുതൽ പൊമ്പ്ര വരെയും പൊമ്പ്ര മുതൽ ഞെട്ടരക്കടവ് വരെയും തുടർന്ന് അങ്ങോട്ടും നമ്മുടെ മണ്ഡലത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഞെട്ടരക്കടവ് വരെയാണ്. അതിൽ ഇനി ഒരു ചെറിയ ഭാഗം BMNBC ചെയ്യാനുണ്ട്. കരിമ്പുഴ കൂട്ടിലക്കടവ് റോഡ് പാടെ തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്ന സ്ഥിതിയൊന്നും ആയിരുന്നില്ല. നമ്മൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് പരിഗണിച്ചാൽ ഈ പ്രദേശത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം, കരിമ്പുഴ തെരുവ്, അവിടെയുള്ള മനുഷ്യരുടെ പരമ്പരാഗതമായിട്ടുള്ള അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രത്യേകത, നാടിന്റെ സാംസ്കാരിക പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന പ്രദേശം, കൂട്ടിലക്കടവ് ഉൾപ്പെടുന്ന ഭാഗം, ഈ ഭാഗം കൂടി BMNBC നിലവാരത്തിൽ പൂർത്തിയാക്കാൻ അങ്ങ് നടപടി സ്വീകരിക്കണം എന്ന് വളരെ താല്പര്യപൂർവ്വം ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞു. കഴിഞ്ഞ മാർച്ച് മാസത്തിലാട്ടോ ഇതിനുള്ള ഫണ്ട് നീക്കിവെക്കുന്നത്. 12 മാസം തികയുന്നതിന് മുമ്പ്
2.5 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഒരു പ്രവൃത്തി നമുക്ക് ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് മാറി എന്ന സന്തോഷമാണ് ഈ സന്ദർഭത്തിൽ നാടുമായിട്ട് പങ്കുവെക്കുന്നത്. വർക്ക് തുടങ്ങുന്നതിന് മുമ്പായി യോഗം വിളിക്കണം എന്ന് MLA എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെട്ടു. പൊതുമരാമത്ത് വകുപ്പിലെ ഈ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ വന്നു. കരിമ്പുഴ പഞ്ചായത്തിന്റെ ഹാളിൽ വെച്ച് നമ്മളൊരു യോഗം ചേർന്നു. 2.5 കോടി രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. കരിമ്പുഴയിൽ നിന്ന് കൂട്ടിലക്കടവ് വരെയാണ് റോഡ് ചെയ്യേണ്ടത്. നമ്മൾ ഇപ്പോ ആ എസ്റ്റിമേറ്റിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഈ സംഖ്യക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്ന പ്രവൃത്തി എങ്ങനെ വേണമെന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ പറയാൻ എല്ലാവരെയും ക്ഷണിച്ചു. അങ്ങനെ വിവിധ നിലപാടുള്ളവർ, വിവിധ അഭിപ്രായമുള്ളവർ, വിവിധ രാഷ്ട്രീയ നിലപാടുള്ളവർ എല്ലാവരും പങ്കെടുത്ത് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ MLA ആയ ഞാനും പങ്കെടുത്ത് കരിമ്പുഴ പഞ്ചായത്തിൽ യോഗം ചേർന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴത്തേന് നല്ല മഴയായി. അപ്പൊ നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ തന്നെ ഉദ്യോഗസ്ഥർ വണ്ടി എടുത്തിട്ട് ആ റോഡിലൊന്ന് പോകണം. എവിടെയൊക്കെയാണ് വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നമുള്ളത് എന്നുള്ളത് നോക്കണം. അതിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കണം. വെള്ളം കെട്ടി നിൽക്കുന്നത് മാറ്റാൻ 10 കോടി രൂപ ചെലവ് വരിച്ച് നമുക്കിപ്പോ ചെയ്യാൻ പറ്റില്ല. ഈ 2.5 കോടി രൂപ റോഡ് ചെയ്യുന്നതിന് വേണ്ടി വെച്ചതാണ്. എന്നാൽ ആ പ്രവൃത്തിയുടെ ഭാഗമായി ഈ സംഖ്യക്കകത്ത് നിന്നുകൊണ്ട് എന്ത് ക്രമീകരണം വരുത്താൻ പറ്റും എന്നതിനെ പറ്റി ഉദ്യോഗസ്ഥരും കരാറുകാരനും ചെന്ന് നോക്കി അതിന് പ്രായോഗികമായ നടപടി സ്വീകരിക്കണമെന്ന് ആദ്യമേ തന്നെ പറയുകയുണ്ടായി. വളരെ സുതാര്യമായിട്ടാണ് ഈ പ്രവൃത്തി ഏറ്റെടുത്ത് മുന്നോട്ട് പോയത്. സാധാരണ നിലയിൽ ഫെബ്രുവരിയിൽ അങ്ങനെ മഴ പെയ്യാറില്ല. ഫെബ്രുവരി മാർച്ച് മാസം നല്ല ചൂടുള്ള മാസമാണ്. പണി നടക്കുന്നതിന്റെ ഇടയിൽ ഒരു മഴയുണ്ട് പെയ്തു. പണി നടക്കുന്നതിന്റെ ഇടയിൽ മഴ പെയ്യുന്ന ആർക്കറിയാം. മഴ പെയ്തപ്പോ ഇവരുടെ പണിക്ക് കൊണ്ട് കൊടുത്തിട്ടുള്ള മെറ്റല്, എംസാൻഡ്, മറ്റ് സാധന സാമഗ്രികളൊക്കെ റോട്ടിൽ കിടക്കുക. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ചെറിയ പ്രയാസം ഉണ്ടായി. പിന്നെ നമുക്ക് ഫേസ്ബുക്കുള്ളുണ്ട്, കുഴപ്പമില്ല, വാട്സപ്പുള്ളുണ്ട്. എഴുത്തോടെഴുത്തായി. എന്താണ് ഈ കണ്ടിട്ടുള്ളത്? ഇങ്ങനെ ഒരു റോഡുണ്ടോ? ഇങ്ങനെ ഒരു പണിയുണ്ടോ? വെള്ളം എങ്ങോട്ട് പോകും? എന്താ ചെയ്യാൻ പറ്റുക? MLAക്ക് കുടിച്ചു പറ്റിക്കാൻ പറ്റുള്ളൂ? നമ്മളെല്ലാരും കൂടി ശ്രമിച്ചാൽ പറ്റുമോ? നമ്മൾ പ്രളയത്തെ അഭിമുഖീകരിച്ചവരല്ലേ? ഒരു വേനൽ മഴ പെയ്തപ്പോഴേക്ക് ഈ റോഡേ വേണ്ട, റോഡ് പണി ഇങ്ങനെ പറ്റില്ല, റോഡ് പണി ഞങ്ങൾ തടയും, റോഡ് ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിക്കില്ല, എന്തെല്ലാമായിരുന്നു പറഞ്ഞത്. എന്നാൽ എന്തു ചെയ്യാം? ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? MLA ഇവിടെ ഒന്ന് വരണം. നിങ്ങൾ ഈ കാര്യം ഒന്ന് അന്വേഷിക്കണം. നിങ്ങൾ നേരിട്ട് ഈ കാര്യം ഒന്ന് വിലയിരുത്തണം. ആരെങ്കിലും ഒരാൾ ഒരു ഫോൺ കോൾ എന്നെ വിളിക്കാം. എന്റെ MLA ഓഫീസിൽ 2 സ്റ്റാഫ് ഉണ്ട്, ശ്രീകൃഷ്ണപുരത്തൊരു സഹായിയുണ്ട്. ഒരാളെയും ആരും വിളിച്ചിട്ടില്ല. ഭയങ്കര പ്രതികരണമാണ്. എനിക്ക് കുഴപ്പമില്ല, മുഹമ്മദ് റിയാസിനും കുഴപ്പമില്ല, ശ്രീ പിണറായി വിജയനും കുഴപ്പമില്ല. നമുക്ക് സ്വാഭാവികമായും വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. പ്രതികരണത്തിന് മുമ്പായിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വരും, അവർ വന്ന് നോക്കും. കാര്യങ്ങൾ, പ്രശ്നങ്ങൾ ഈ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളത് പരിഹരിക്കും. ഉദ്യോഗസ്ഥർ വന്നല്ലോ. ഉദ്യോഗസ്ഥർ വന്നപ്പോഴേക്ക് വിഷയത്തെ ആകെ മാറ്റുന്ന നിലയിലുള്ള ചർച്ച. എന്തോ കരിമ്പുഴയിൽ ഒരു മഹാപൂല് നടക്കുന്നു എന്നാണ്. ഇപ്പൊ നിങ്ങൾ ആ റോട്ടിൽ കൂടെ ഒന്ന് പോയി നോക്കൂ. ഞാൻ ഈ പണി നടക്കുന്ന ദിവസം പോയല്ലോ, ടാറിങ് നടക്കുന്ന ദിവസം. ഈ ബഹളം ഉണ്ടാക്കി ആരെയും ടാറിങ് നടക്കുന്ന ദിവസം ഞാൻ അവിടെ കണ്ടില്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കണ്ടില്ല. ഇതാ BMNBC നിലവാരത്തിൽ കരിമ്പുഴയിൽ നിന്ന് കൂട്ടിലക്കടവിലേക്ക് പോകുന്ന റോഡ് ഇതാ നവീകരിക്കപ്പെടുന്നു, നാടിന്റെ സന്തോഷമാണ് എന്ന് ഈ വിമർശനം ഉന്നയിച്ച ആരും ഫേസ്ബുക്കിൽ ഒരു വരിയിട്ടില്ല.